ഹായ് ഹലോ. ഇപ്പോൾ എക്കണോമിക്സുകാർ നമുക്ക് ആൻസർ കീ വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. വളരെ ഉറപ്പായിട്ട് നിങ്ങൾ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ UGC ഒന്നെങ്കിൽ ആൻസർ കീ ചേഞ്ച് ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുന്ന 100% ഉറപ്പുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് പേപ്പർ 1 നിന്നും പേപ്പർ 2 നിന്നും ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യണം. അതായത് നിങ്ങൾക്കിപ്പോൾ പല കുട്ടികളും ക്വാളിഫൈഡ് ആവുന്നു, ഡിസ്ക്വാളിഫൈഡ് ആവുന്ന ഒരു 3-4 ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫറൻസിലായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ 3 to 4 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻസും ഉറപ്പായിട്ടും ചലഞ്ച് ചെയ്താൽ അവർ അപ്രൂവ് ആക്കും എന്നുള്ള കാര്യം മാത്രമാണ് നമ്മളവിടെ പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. അതല്ലാതെ ഒരുപാട് കൺഫ്യൂഷൻസ് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്. എക്സാം കഴിഞ്ഞിരിക്കുമ്പോൾ സൈക്കോളജിക്കലി അവർ പബ്ലിഷ് ചെയ്യുന്ന 150 ആൻസർ കീയും തെറ്റാണെന്ന് നമുക്ക് തോന്നും. കാരണം നമ്മൾ എഫോർട്ട് എടുത്തിരിക്കുന്ന ഒരു സമയത്ത് ആൻസർ കീ പലതും നമുക്ക് കൺവിൻസിങ് ആയിരിക്കില്ല. പക്ഷേ അതൊന്നുമല്ല, മജോറിറ്റി ആൻസേഴ്സ് അവിടെ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് തന്നെയാണ്. എന്നാൽ തെറ്റുള്ള ചില ആൻസേഴ്സ് ഉണ്ട്. ഇമ്മീഡിയറ്റ്ലി നമുക്ക് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എക്കണോമിക്സുകാർ എത്രയും പെട്ടെന്ന് ഇന്ന് 5 മണിക്കാണ് ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചത് ചലഞ്ച് ചെയ്യാനുള്ള അവസാനത്തെ ടൈമിംഗ് എന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളത് ചലഞ്ച് ചെയ്യണം. ചലഞ്ച് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഒരു മാച്ച് ഫോളോയിങ് ക്വസ്റ്റ്യൻസാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ രീതിയിലേക്ക് അവിടെ തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ആൻഡ് ദെൻ ഡെമോഗ്രാഫിയുടെ ഫാദർ ആൻഡ് ദെൻ തേർഡ് വേൾഡ്, ഈ പറഞ്ഞിരിക്കുന്ന ടേംസ് ആണ് നമുക്കവിടെ മാച്ച് ഫോളോയിങ് തന്നിരിക്കുന്നത്. അതർ സൈഡ് നമ്മളെ സംബന്ധിച്ച് ആൽഫ്രഡ് എസ് ഉണ്ട്, ജോൺ ഉണ്ട്, ആൻഡ് ദെൻ വാറൻ തോംസൺ ആൻഡ് ദെൻ മാൽത്തൂസ്. ഇത്ര ആൾക്കാരാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഈ ക്വസ്റ്റിൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ UGC ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ആ UGC ഓപ്ഷൻ 2 എടുത്തിരിക്കുന്നതിന് അവർ C2 കറക്റ്റായിട്ട് മാച്ചിരിക്കുന്നത്, D കറക്റ്റായിട്ട് 1 മാച്ചിരിക്കുന്നത്. ആ പാർട്ട് കറക്റ്റാണ്. എന്നാൽ അറ്റ് ദ സെയിം ടൈം അവർ വളരെ വലിയ രീതിയിലേക്ക് തെറ്റിച്ചേക്കുന്നൊരു പ്രശ്നമുണ്ട്. അതായത് A3 എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്, അതേപോലെ തന്നെ B4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു തരത്തിലും വരില്ല എന്നുള്ളതാണ്. ഓക്കെ, A എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പറഞ്ഞ രീതിയിലേക്ക് തിയറി ഓഫ് പോപ്പുലേഷൻ ആൻഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഏതാ പറഞ്ഞിരിക്കുന്നത്? മാത്യൂസിൻ്റെ പോപ്പുലേഷൻ തിയറി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആൻഡ് ദെൻ അതേപോലെ തന്നെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരുടെയാണ്? വാരൻ തോംസൻ്റെയാണ്. ഇത് 2 UGC തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് അവരുടെ ഓപ്ഷനിൽ. അതായത് അവർ കൊടുത്തിരിക്കുന്ന ഒഫീഷ്യൽ കീ എടുക്കുമ്പോൾ സെക്കൻഡ് 1 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അവർ ഏറ്റവും മേജർ ആയിട്ടുള്ള 2 കോൺസെപ്റ്റ്, അതായത് മാത്യൂസിൻ്റെ പോപ്പുലേഷൻ തിയറി ആയിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ഇൻകറക്റ്റ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെൻ അതേപോലെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ഇൻകറക്റ്റ് ആയിട്ടാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, അവിടെ മാച്ച് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ C-യും D അവർ കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. ഫാദർ ഓഫ് ഡെമോഗ്രാഫി, ഓക്കെ, സോ കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. ജോൺ G ആണ്. ആൻഡ് ദെൻ അതേപോലെ തന്നെ തേർഡ് വേൾഡ് ആൽഫ്രഡ് എസ് ആണ്. ഇത് 2 കറക്റ്റായിട്ട് UGC മാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ A-യും B-യും അപ്പോൾ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ചലഞ്ച് ചെയ്യാൻ എന്ത് ചെയ്യും? ഈ ക്വസ്റ്റിന് അവർ കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷനും കറക്റ്റ് അല്ല. നൺ ഓഫ് ദി എബവ് ആണ് അപ്പോൾ നിങ്ങൾ ചലഞ്ച് ചെയ്യേണ്ടത് കേട്ടോ. നൺ ഓഫ് ദി എബവ് ആണ് അവിടെ ചലഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ പല കുട്ടികളും ഒരു സംശയം കാണും, നിങ്ങൾ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അപ്ഡേറ്റ് ചെയ്യണോ? ഡോക്യുമെന്റ്സ് ഒന്നും അപ്ഡേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾ ആക്ച്വലി അവിടെ ഈ പറഞ്ഞ രീതിയിലേക്ക് കോഷൻ ഡിപ്പോസിറ്റ് ഇടുന്നു, അതുകൊണ്ട് തന്നെ ഡോക്യുമെന്റ്സിൻ്റെ ആവശ്യകതയില്ല. ഇനി അതുപോലെ തന്നെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് വേണമെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾ വേർഡ് ഫയലാക്കി അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ്. UGCക്ക് അങ്ങനെ ഒരു മാൻഡേറ്ററി റിക്വയർമെന്റ് ഇല്ല ഈ പറഞ്ഞ രീതിയിലേക്ക് ഡോക്യുമെന്റ്സ് വാലിഡ് ആയിരിക്കണം എന്നുള്ളത്. അവർ ക്രോസ് ചെക്ക് ചെയ്തോളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റൻ എന്ത് ചെയ്യുക, ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ കൊടുക്കേണ്ട ഓപ്ഷൻ UGC കൊടുത്തിരിക്കുന്ന ആൻസർ 2 ആണ്. ആൻഡ് ദെൻ നിങ്ങൾ 4 എന്ന് പറഞ്ഞ പല ആൾക്കാർ എന്നോട് സജഷൻ പറയുന്നുണ്ട്. 4ഉം ഏതാ പറയുന്നത്? തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. 4ഉം തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? നൺ ഓഫ് ദി എബവ് ആണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? UGCക്ക് വേണ്ടി നമ്മൾ ചലഞ്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷൻ എടുത്ത് എത്രയും വേണ്ടി നിങ്ങളത് ചലഞ്ച് ചെയ്തോളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റൻ നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത്. ഇത് ക്ലാസ് ഒന്നുമല്ല, എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാത്രം ഞാൻ അവിടെ പെർസ്പെക്റ്റീവ് പറഞ്ഞു തരണം. അപ്പോൾ എത്രയും പെട്ടെന്ന് കൂടി ഈ ക്വസ്റ്റൻ ചലഞ്ച് ചെയ്തോളൂ. ഈ ഒരു ക്വസ്റ്റൻ ക്യാൻസൽ ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. പക്ഷേ നിങ്ങൾ ചലഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവർ ക്യാൻസൽ ചെയ്യില്ല. അപ്പം തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർ 1 മാർക്കിനോ 2 മാർക്കിനൊക്കെ ക്വാളിഫൈഡ് ആകാനും ഡിസ്ക്വാളിഫൈഡ് ആകാൻ സാധ്യതയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഈ ക്വസ്റ്റൻ ക്യാൻസൽ ആവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് പോയിട്ട് ഇന്ന് 5 മണിക്കാണ് ടൈം. നിങ്ങൾ എന്ത് ചെയ്തോളം ചലഞ്ച് ചെയ്തോളം ഈ ക്വസ്റ്റൻ നമുക്ക് ക്യാൻസൽ ചെയ്യിപ്പിക്കണം. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അപ്പോൾ എക്കണോമിക്സ് എത്രയും പെട്ടെന്ന് അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റിനോട് എടുത്തു നോക്കുക. ഈ ക്വസ്റ്റ്യൻ ഭയങ്കര കോമഡിയാണ്. ഇത് പേപ്പർ 1 ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ബേസിക്കലി ഇത് ക്യാൻസൽ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യും. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് ഓൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മോഡലിറ്റി എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനോട് ചോദിച്ചിരിക്കുന്നതാണ്. അവർ ആൻസർ അവിടെ കൊടുത്തിരിക്കുന്നത് 3 ആണ്. ഓക്കെ, ഫൈൻ. അത് ആൻസർ തന്നെ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്ത് ChatGPT ഒക്കെ യൂസ് ചെയ്ത് പഠിക്കുന്ന സ്റ്റുഡൻസിനോട് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന സംഭവമുണ്ട്. നിങ്ങൾ ഈ പറയുന്ന AI യൂസ് കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും ഇതേ ഫോംസിൽ അത് യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്കൊരു സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ മിസ്റ്റേക്കുകളും ഈ ക്വസ്റ്റ്യൻ ഉണ്ട് എന്നുള്ളതാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആൻഡ് തന്നെ ആ പറഞ്ഞ രീതിയിലേക്ക് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ അവിടെ അവതരിപ്പിക്കാൻ പറ്റാതെ വരിക. അത് പറഞ്ഞിരിക്കുന്ന AIക്ക് ഉണ്ടാകുന്ന ഒരു കൈൻഡ് ഓഫ് പറഞ്ഞിരിക്കുന്ന കൺഫ്യൂഷൻ. അപ്പോൾ എന്തായാലും ഇതൊരു സോഫ്റ്റ്വെയർ ബേസ്ഡ് AI ജനറേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുക വലിയ രീതിയിലേക്കുള്ള കോംപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളത്. UGC കൊടുത്തിരിക്കുന്ന ആൻസർ കീ 3 ആണ്. ഓക്കെ, അപ്പം നോട്ട് എ ടൈപ്പ് ഓഫ് ഏതാ പറഞ്ഞിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ മോഡലിറ്റി എന്ന് ചോദിച്ചാൽ 3 ഈ പറഞ്ഞ രീതിയിലേക്ക് നമുക്കത് പരിഗണിക്കുമ്പോൾ ആകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നാമത്തെ കറക്റ്റ് ആയിട്ടുള്ള മോഡലിറ്റി കറക്റ്റ് ആൻസർ ആണ് നമുക്ക് അവിടെ വരേണ്ടത്. രണ്ടാമത്തെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നേക്കുന്നുണ്ടോ?
ഹെക്ടിക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹാപ്റ്റിക്സ് ആണ് നമുക്ക് അവിടെ വരേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ മോഡാലിറ്റി തന്നെയാണ് ബേസിക്കലി. പിന്നെ അതുപോലെ തന്നെ ഫോർത്ത് കൊണ്ട് എടുത്ത് നോക്കുക, സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്ത് പരിചയമുള്ള ആൾക്കാർക്ക് അറിയാം ഈ ജസ്റ്റേഴ്സ് ആണ് അവിടെ ബേസിക്കലി സ്പെല്ലിംഗ് മാറിയോടെ എന്നാണ് തിരിഞ്ഞ് നമുക്ക് അവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ഈ ക്വസ്റ്റ്യൻ നെഗറ്റീവ് കോൺടെസ്റ്റിലാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി അവർ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഇതും ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ഇതും കറക്റ്റ് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇവിടെയും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതും നമുക്ക് അവിടെ കറക്റ്റ് നമുക്ക് അവിടെ പറയാൻ സാധിക്കത്തില്ല. സോ അപ്പോൾ ബേസിക്കലി ഈ ക്വസ്റ്റിന് വലിയ രീതിക്കുള്ള കോൺസെപ്റ്റുവൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. ആക്ച്വലി 3 എന്ന് പറയുന്ന ആൻസർ ആണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റിന് ക്യാൻസൽ ചെയ്യപ്പെടും. കാരണം 3 കറക്റ്റ് ആൻസർ എന്ന് അവർ പറയുമ്പോഴും വാട്ട് അബൌട്ട് ദ ഫോർത്ത് വൺ, ഫോർത്ത് വണ്ണിൽ അവർ ഉദ്ദേശിച്ച ജസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് കറക്റ്റ് ആയേനെ. പക്ഷേ ജസ്റ്റേഴ്സ് അല്ലല്ലോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതും ഇൻകറക്റ്റ് ആണ് ബേസിക്കലി. ഇവിടെ എടുത്ത് നോക്കി ഹെപ്റ്റിക്സ് അല്ലല്ലോ, ഹാപ്റ്റിക്സ് അല്ല അവിടെ പറഞ്ഞത് ബേസിക്കലി. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലേ. അപ്പോൾ വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് കറക്റ്റ് എന്ന് വെച്ചാൽ ഇത് 3 കറക്റ്റ് അല്ല, ഇത് 3 കറക്റ്റ് അല്ല. ഓക്കെ, സോ ഒന്നാമത്തെ മാത്രമാണ് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ പോസിറ്റീവ് കോൺടെസ്റ്റിലായിരുന്നെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ഈസ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ 1 കറക്റ്റ് ആൻസർ ആയിട്ട് വന്നേനെ. ഓക്കെ, പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നെഗറ്റീവ് കോൺടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുകൊണ്ട് 2 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് അവിടെ വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ അവർ കറക്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ആ 2ഉം 4ഉം ഓപ്ഷൻസ് എന്നൊരു സിറ്റുവേഷൻ അവിടെ വന്നതിന് ഉറപ്പായിട്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യപ്പെടണം. ഇമ്മീഡിയറ്റ്ലി പോയിട്ട് ചലഞ്ച് ചെയ്തോളാം, ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ക്യാൻസൽ ചെയ്യപ്പെടും. തെറ്റാണ്. അതായത് 2 എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കമ്മ്യൂണിക്കേഷൻ മോഡലിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, കറക്റ്റ് നമുക്ക് പറയാൻ സാധിക്കില്ല. 3 എക്സാക്ട്ലി കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടതാണ്. പക്ഷേ പ്രശ്നം എന്താ പറഞ്ഞിരിക്കുന്നത്, ജസ്റ്റേഴ്സ് ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മോഡലിറ്റി ആയിരുന്നു. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന പറഞ്ഞ ക്രിയേറ്റേഴ്സ്. ഓക്കെ, നോ. അപ്പോൾ ഇതും ഈ പറഞ്ഞിരിക്കുന്ന ഫോർത്ത് ഓപ്ഷൻസും അതേപോലെ തന്നെ വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് എന്ന രീതിയിലേക്ക് നമ്മളോട് പരിഗണിക്കുന്നതല്ലേ. ഇമ്മീഡിയറ്റ്ലി പോയിട്ട് ചലഞ്ച് ചെയ്യുക. നൺ ഓഫ് ദ അബോ ആണ് നിങ്ങൾ ചെയ്തിരിക്കേണ്ടത്. ഇതൊന്നും ഈ പറഞ്ഞ രീതിയിലേക്ക് ആൻസർ ആവാനുള്ള പോസിബിലിറ്റീസ് അവിടെ ഇല്ല. ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യപ്പെടണം. ചലഞ്ച് ചെയ്താലേ ക്യാൻസൽ ചെയ്യുള്ളൂ. എത്ര സ്റ്റുഡൻസ് ചലഞ്ച് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 1, 2, 3 ക്വസ്റ്റ്യൻസിലൊക്കെ ആ കറക്റ്റ് കട്ട് ഓഫിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരില്ലേ, എത്രയും പെട്ടെന്ന് പോയിട്ട് രണ്ടാമത്തെ ഈ ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്തോളത് പേപ്പർ 1 ആണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 1 ആണ് കൊടുത്തിരിക്കുന്നത്. സി ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മളോട് ഒരു ഗ്രൂപ്പാണ് തന്നിരിക്കുന്നത് 40 പീപ്പിൾസിൻ്റെ. ആൻഡ് ദെൻ അതേപോലെ 25 അവിടെ ഹിന്ദി സ്പീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദെൻ അതേപോലെ 20 എന്ന് പറഞ്ഞിരിക്കുന്നത് ബോത്ത് ഹിന്ദി ആൻഡ് ഉറുദു ഉണ്ട്. ആൻഡ് ദെൻ അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലേക്ക് അറ്റ്ലീസ്റ്റ് അല്ലെ ഓൾ ഓഫ് പീപ്പിൾ സ്പീക്ക് അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദി 2 ലാംഗ്വേജസ് ആണ്. 2 ലാംഗ്വേജസ് സംസാരിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടെന്നാണ്. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി പീപ്പിൾ സ്പീക്ക് ഉറുദു എന്ന് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് അവർ ആൻസർ കൊടുത്തിരിക്കുന്നത് ഉറുദു സംസാരിക്കുന്ന എത്ര പേരാണ് നമ്മളോട് ചോദിച്ചതിന് ശേഷം ആൻസർ കൊടുത്തിരിക്കുന്നത് 15 ആണ്. ഓക്കെ, ഈ 15 ആൻസർ ആയിട്ട് വരുമ്പോഴത്തേന് അവിടെ ഒരു പ്രശ്നമുണ്ട്. 15 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുദു മാത്രം സംസാരിക്കുന്ന ആൾക്കാരാണ്. ഓൺലി ഉറുദു സ്പീക്കിംഗ് പീപ്പിൾ ആണ് ഈ പറഞ്ഞിരിക്കുന്നത് 15 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് പറയുന്നത് 35 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലേക്ക് എത്ര പേര് ഉറുദു സംസാരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറുദു മാത്രം സംസാരിക്കുന്ന ആൾക്കാരല്ല, ബൈലിംഗിൾ സംസാരിക്കുന്ന ആൾക്കാരും അതിൽ ഒരു ലാംഗ്വേജ് ഉറുദു ആണെങ്കിൽ അവർ ഉറുദു സംസാരിക്കുന്ന ആൾക്കാരില്ലേ. അപ്പോൾ ബേസിക്കലി അവിടെ 35 ആണ് വരേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ UGC കൊടുത്തിരിക്കുന്ന എത്രയാണ് 15 ആണ്. ഇമ്മീഡിയറ്റ്ലി പോയിട്ട് ചലഞ്ച് ചെയ്തോളാം. നൺ ഓഫ് ദ എബോ ആണ് കൊടുക്കേണ്ടത്. ഈ ക്വസ്റ്റിനും ക്യാൻസൽ ചെയ്യപ്പെടണം. മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ്. ഷുവർ ഷോർട്ട് ആണ് ഈ ക്വസ്റ്റൻ എന്ത് ചെയ്യണം എന്നുള്ളത് ക്യാൻസൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് പോയിട്ട് ചെയ്തോളാം എല്ലാവർക്കും. അതായത് ഇവിടെ എല്ലാം ഉള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്നും റൈറ്റ് ആൻസേഴ്സ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കറക്റ്റായിട്ടുള്ള ക്വസ്റ്റൻ ക്യാൻസൽ ചെയ്യപ്പെട്ട് അതിൻ്റെ മാർക്ക് കിട്ടുന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ആപ്പിൾ കാണാം. എത്രയും പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളാം, ചലഞ്ച് ചെയ്തോളാം എന്നുള്ളത്. നൺ ഓഫ് ദ എബോ ആണ് അവിടെ ബേസിക്കലി നമുക്ക് അവിടെ കൊടുക്കേണ്ടതാണ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് ചലഞ്ച് ചെയ്യേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പേര് എന്നോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൺസേൺസ് പല സമയങ്ങളിൽ ചോദിക്കുന്നുണ്ട്. അവർ പല പ്രൂഫുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടുത്തെ ഒരു കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UGC ആൻസർ കൊടുത്തിരിക്കുന്ന 1 ആണ്. UGC ആൻസർ കൊടുത്തിരിക്കുന്ന 1 ആണ്. ഇത് പേപ്പർ 2 ആണ്. എക്കണോമിക്സിന് പേപ്പർ 2 ചോദിച്ചിരിക്കുന്നത്. പീപ്പിൾ ആൻഡ് എൻവയോൺമെന്റിൽ ഇത് പേപ്പർ 1ലും ചോദിക്കാറുള്ളതാണ്. ഈ കൺവെൻഷൻസും പ്രോട്ടോകോളെല്ലാം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന പോയിന്റ് തന്നെയാണ്. ആക്ച്വലി UGCയുടെ ആൻസർ കൊടുത്തിരിക്കുന്ന 1 ആണ്. 1 കറക്റ്റ് തന്നെയാണ്. പലരും എന്നോട് പറഞ്ഞിരിക്കുന്നു C കറക്റ്റ് ആൻസർ ആണെന്ന് ചോദിക്കുന്നു. C കറക്റ്റ് ആൻസർ ആകില്ല. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങളത് ക്ലിയർഫുൾ ആയിട്ട് എടുത്ത് വായിച്ചു നോക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കുന്നത് ഏതാണ്? സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ആണ്. ഇത് കണ്ടോ, സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ആണ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്നത്. അല്ലാതെ എന്തല്ല തന്നിരിക്കുന്നത്, സ്റ്റോക്ക്ഹോം കോൺഫറൻസ് അല്ല. കോൺഫറൻസ് ആണെങ്കിലാണ് 72 വരുന്നത്. കൺവെൻഷൻ ആണെങ്കിൽ എത്രയാണ്? 2001 ആണ്. ഈ 72ലെ കോൺഫറൻസ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് പല കുട്ടികളും C ആൻസർ ആവില്ല എന്ന് ചോദിക്കുന്നത്. C ഒരിക്കലും ആൻസർ ആവില്ല. ഇത് UGC കൊടുത്തിരിക്കുന്ന കറക്റ്റ് ആൻസർ തന്നെയാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കോൺസെപ്റ്റ് ക്ലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ആണ് 72 വന്നിരിക്കുന്നത്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന കൺവെൻഷൻ ആണ്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന കൺവെൻഷൻ ആണ്. കൺവെൻഷൻ 2001 ആണ്. ആ 2001 പരിഗണിക്കുമ്പോൾ എക്സാക്ട്ലി 1 തന്നെയാണ് ആൻസർ അവിടെ നമുക്ക് വരേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് എത്രയും പെട്ടെന്ന്, ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ പരിഗണിക്കേണ്ട. ഈ കൊടുത്തിരിക്കുന്ന പേപ്പർ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ദെൻ അതേപോലെ തന്നെ ഈ കൊടുത്തിരിക്കുന്ന പേപ്പർ 1 ക്വസ്റ്റ്യൻ, ഇത് ഈ കൊടുത്തിരിക്കുന്ന പേപ്പർ 2 ക്വസ്റ്റ്യൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്തോളാം, ചലഞ്ച് ചെയ്തോളാം. 100% ഷുവർ ആണ് എല്ലാവർക്കും നിങ്ങൾക്ക് ഇതിന്റെ മാർക്ക് കിട്ടും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാ ആൻസർ വരുന്നത് നൺ ഓഫ് ദി എബോ ആണ്.
ഇവിടെ എല്ലാ ആൻസർ വരുന്നത് എന്താണ്? നൺ ഓഫ് ദി എബോവ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാർക്ക് കിട്ടും. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് വലിയ രീതിയിലേക്ക് അത് വളരെ പോസിറ്റീവാണ്. സോ അപ്പം ആസ് സൂൺ ആസ് പോസിബിൾ എക്കണോമിക്സുകാർ പോയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിരിക്കുന്ന ചലഞ്ച് ചെയ്തോളൂ. ഇന്ന് 5 മണിയാണ് ടൈം. വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതിന് മുമ്പ് എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ ചലഞ്ച് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എക്സാം കഴിഞ്ഞതിന് ശേഷം ഏതാ റിസൾട്ടും വന്നതിന് ശേഷം 1 മാർക്കിനെ ഞാൻ പോയി 2 മാർക്കിനെ പോയി ചലഞ്ച് ചെയ്യാൻ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ബേസിക്കലി ഇപ്പോഴും എടുത്തു നോക്കുക, പഴയ UGC ഒഫീഷ്യൽ ആൻസർ കേസിൽ ചലഞ്ച് ചെയ്യാത്തതുകൊണ്ട് മാത്രം റോങ് ആൻസേഴ്സ് ഒഫീഷ്യൽ ആൻസേഴ്സ് ആയിട്ട് പരിഗണിച്ചേക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പരിചയമുള്ള ആൾക്കാർക്കറിയാം ചലഞ്ച് ചെയ്താൽ മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ? കറക്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും അവർ കറക്റ്റ് ചെയ്യില്ല. അപ്പോൾ എക്കണോമിക്സ് എത്രയും പെട്ടെന്ന് പോയിട്ട് ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തോളാം? ചലഞ്ച് ചെയ്തോളാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.